ഹിന്ദുക്കളെ അനുകൂലിച്ച് അബ്ദുള്ള ബാസിൽ ആ അവസരത്തിലും തന്നെ മുസ്ലിം വിരോധം വമിപ്പിക്കാൻ അവസരമുണ്ടാക്കി ആരിഫ് ഹുസൈൻ. അതാണ് ഒരു നല്ല വിശ്വാസിയും നിരീശ്വരവാദിയും തമ്മിലുള്ള വ്യത്യാസം. സ്വാമി അയ്യപ്പനെ സണ്ണി കബിക്കാട് അധിക്ഷേപിച്ച സംഭവം നോക്കുക. അതിനെതിരെ ഞാൻ പരാതി കൊടുത്തു. ഒരുപാട് വിശ്വാസികൾ ചേർന്ന് പരാതി കൊടുത്തു. നിയമ നടപടികളുമായി പോകുന്നുണ്ട്. ഓൾറെഡി കോടതിയിലടക്കം സംസാരിച്ചിട്ടുണ്ട്. ശക്തമായി അറസ്റ്റ് ചെയ്യിപ്പിച്ചാത്തിലും അതല്ല വിഷയം. ഈ വിഷയത്തിൽ വിശ്വാസിയായ മുസ്ലിം മതവിശ്വാസിയായ അബ്ദുള്ള ബാസിലിന്റെ നല്ല നിലപാടും അവിടെയും ആരിഫിന്റെ വിദ്വേഷം ജനിപ്പിക്കുന്ന നിലപാടുമാണ് നമ്മൾ കാണേണ്ടത്. ആദ്യം അബ്ദുള്ള ബാസിലിന്റെ നല്ല നിലപാട് നമുക്കൊന്ന് കേൾക്കാം. സണ്ണി എം കബിക്കാട് ഇത് അബ്ദുള്ള ബാസിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ്. അതുകൊണ്ട് സണ്ണി എം കബിക്കാടിന്റെ സംസാരം കേട്ടു. ഒരു തരത്തിലും യോജിക്കാനാവുന്നില്ല. അയ്യപ്പന്റെ ബ്രഹ്മചര്യം എന്ന ആശയത്തെയും അതിന്മേൽ കെട്ടിപ്പടുത്ത ആചാരങ്ങളെയും വിമർശിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ ആരാധിക്കുന്ന ഒന്നിനെ വ്യംഗ്യമായെങ്കിലും ബലാത്സംഗം പോലുള്ള ഒന്നിനോട് ചേർത്ത് പറയുന്നത് വിശ്വാസികൾക്ക് എത്രത്തോളമായിരിക്കും വേദനിക്കുക. അബ്ദുള്ള ബാസിലിന്റെ നന്മയാണ്, ആ സെൻസിറ്റിവിറ്റിയാണ്. പരിശുദ്ധ ഇസ്ലാമും പരിശുദ്ധ ക്രിസ്ത്യാനിറ്റിയും അടക്കം വിശ്വാസങ്ങളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നതാണ്. ജാതീയതയുടെ പേരിലുള്ള ഒരുപാട് പേര് പീഡനങ്ങൾ അനുഭവിച്ചതാണ് ദളിതർ. കാര്യം സണ്ണി കബിക്കാട് ദളിത് ആക്ടിവിസ്റ്റ് എന്നാണ് പറയുന്നത്. അവരുടെ ആശയ പ്രചാരണത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും കൂടെ നിൽക്കുമ്പോഴും അപമാനിക്കാനുള്ള അവകാശം ആർക്കും ഉണ്ടെന്ന് കരുതുന്നില്ല. അറിയാതെ വന്നുപോയ പരാമർശമാണെങ്കിൽ അദ്ദേഹം മാപ്പ് പറയണമെന്നാണ് എന്റെ പക്ഷം. ആശയങ്ങൾ മാന്യമായി സമ്മതിക്കപ്പെടട്ടെ, പരസ്പര അകൽച്ച ഉണ്ടാക്കാതിരിക്കട്ടെ. അതാണ് യഥാർത്ഥത്തിൽ അബ്ദുള്ള ബാസിലിന്റെ നന്മയുള്ള നിലപാട്. ഒരു നല്ല ഈമാനുള്ള മുസൽമാൻ എടുക്കുന്ന, നല്ല വിശ്വാസമുള്ള ക്രിസ്ത്യാനി എടുക്കുന്ന നിലപാട്. ആരിഫ് ഹുസൈന്റെ നിലപാട് നോക്കുക. ആരിഫ് ഹുസൈന്റെ നിലപാട് ഞാനൊന്ന് വായിക്കാം. ഒരു ബലാത്സംഖ്യയെ ജിഹാദിയുടെ വേദിയിൽ പോയി വെളുപ്പിക്കുന്ന കബിക്കാടിന്റെ ജിഹാദി കൂട്ടിക്കൊടുപ്പാണ് എന്റെ പ്രശ്നം, അല്ലാതെ ഹിന്ദു മതത്തെ വിമർശിക്കുന്നതല്ല. നമ്മുടെ അയ്യപ്പനെ കുറ്റം പറഞ്ഞതിലോ അധിക്ഷേപിച്ചതിലോ അല്ല ആരിഫിന്റെ പ്രശ്നം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ആരിഫിന്റെ പ്രശ്നം ഹിന്ദു മതത്തെ വിമർശിക്കുന്നതല്ല. അവിടെ പോലും നോക്കൂ, എന്ത് ന്യായീകരിച്ചാണ് പറയുന്നത്. ഇതാണോ വിമർശനം? അതായത് സണ്ണി കബിക്കാടിന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് നിന്റെ അച്ഛനെ വിമർശിച്ചാണെന്ന് പറഞ്ഞാൽ മതിയോ? ഞാൻ രാവിലെ ന്യൂസ് എയ്റ്റിൽ സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കൺട്രോൾ വിട്ടു പോകുമെന്ന് പറഞ്ഞിരുന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എക്സ്ട്രീം റിയാക്ഷൻസ് ആർക്കും പറ്റും, അത് പറ്റായിക്കൊന്നുമില്ല, അത് പറ്റില്ല എന്നൊന്നും ആരും വിചാരിക്കരുത്. പക്ഷേ എല്ലാവരും ഒരു മാന്യതയും മര്യാദയും ഒരു മിഡിൽ ഗ്രൗണ്ടിൽ പോകണമെന്നുള്ളതുകൊണ്ടാണ്. ഹിന്ദു മതത്തെ വിമർശിക്കുന്നതല്ല അത്. ഇതാണോ വിമർശനം? ഈ പച്ച അധിക്ഷേപവും തെറിയും പറഞ്ഞതിന് ശേഷം ഇതാണോ വിമർശനം? ഇനി അടുത്തത് പുള്ളി പറയുന്നത് എന്താ? പിന്നെന്താ? അതും എക്സ് മുസ്ലിങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പറയുന്നിടത്ത് ഈ പണിയെടുക്കുന്ന കപട പുരോഗമനവാദി, ഇതാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ താഴ്ന്ന ജാതികൾ അവരുടെ പ്രശ്നം പറയുന്ന നേരത്ത് കുറിച്ച് പുരോഗമനവാദികൾ ഹിന്ദുമത മേന്മ പറഞ്ഞാൽ മതിയാകും. അതുകൊണ്ടൊരു കാര്യം പറയാം. തീർച്ചയായും ഹിന്ദു സമൂഹത്തിലുള്ള എല്ലാ സാമൂഹിക തിന്മകളും അതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. ഹിന്ദുക്കൾക്ക് അവരുടെ സാമൂഹിക തിന്മകളുണ്ട്, എന്നാൽ അവർക്കിടയിൽ ഒരു ആശ്വാസകരമായ പ്രത്യേകതയുണ്ട്. അതായത് അവരിൽ ചിലർ ഈ തിന്മകളുടെ നിലനിൽപ്പിനെ കുറിച്ച് ബോധവാന്മാരാണ്. കുറച്ചുപേരെങ്കിലും അവരെ ഇല്ലാതാക്കാനായി സജീവ പ്രക്ഷോഭം കൂട്ടുന്നുണ്ട്. നേരെ മറിച്ച് മുസ്ലിങ്ങൾ അവരുടെ തിന്മകൾ എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. അതിനാൽ അവ നീക്കം ചെയ്യാൻ വേണ്ടി സമരം ചെയ്യുന്നില്ല. അംബേദ്കറിനെ കോട്ട് ചെയ്തിരിക്കുകയാണ് യാതൊരു ബന്ധവുമില്ലാത്ത അവസരത്തിൽ. അംബേദ്കറെ കോട്ട് ചെയ്തിരിക്കുകയാണ് യാതൊരു ബന്ധവുമില്ലാത്ത അവസരത്തിൽ. എന്നിട്ട് ആരിഫ് പറയാണ്, അതുകൊണ്ട് ഞാൻ ഇനി പറയുന്നു, മതങ്ങളെ തൂക്കി നോക്കുമ്പോൾ ഇസ്ലാം ഹിന്ദു ആശയങ്ങളുടെ 72 അയലത്ത് വരില്ല കബിക്കാടെ. ഇസ്ലാം ഹിന്ദു മതത്തിന്റെ മുന്നിൽ മുട്ടുമടക്കും. കാരണം ഹിന്ദു നവോത്ഥാനത്തിന് അനുകൂലമാണ്, ഇസ്ലാം പ്രതികൂലവും. മനസ്സിലായി? ഓർക്കുക, നമ്മുടെ വിശ്വാസികളുടെ വേദനയെക്കുറിച്ച് ആരിഫ് ബോധേഡല്ല. അയ്യപ്പനെ അപമാനിച്ചു എന്ന കാര്യത്തിൽ ബോധേഡല്ല. അവിടെ യഥാർത്ഥത്തിൽ ബോധേഡാവുന്ന എന്താണ്? ആരിഫിന്റെ മനസ്സിലെ ഇസ്ലാമോഫോബിയ പ്രയോഗിക്കാനൊരു അവസരം. ഇവിടെയാണ് നന്മയുള്ള വിശ്വാസികളും നന്മയില്ലാത്ത ഈ തീവ്ര നിരീശ്വരവാദികളും ചെയ്യുന്നത്. അതിന് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഇന്നലത്തെ പോസ്റ്റാണ്. അതിലും വളരെ മോശകരമായ, അതായത് വേറൊരാൾ അങ്ങനെ ചെയ്തു. അവിടെയും ആരിഫിന്റെ അപരമത വിദ്വേഷം. അവരെന്ന് പറഞ്ഞാൽ ആരിഫ് ജനിച്ച മുസ്ലിം മതത്തിലാണ്, എക്സ് മുസ്ലിം ആയതുകൊണ്ട് അവരെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ആരിഫിന്റെ മനസ്സിലെ വിരോധവും വിദ്വേഷവുമാണ് വരുന്നത്. എന്നാൽ അബ്ദുള്ള ബാസിൽ പറയുന്നത് അവരുടെ നന്മയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ അബ്ദുള്ള ബാസിലിന്റെ നന്മയാണ് നമുക്ക് വേണ്ടത്. നമ്മളോടുള്ള ഈ എല്ലാ പോസ്റ്റുകളും നിങ്ങൾ എടുത്തു നോക്കൂ. നല്ലൊരു ശതമാനം മുസ്ലിങ്ങളും നമ്മൾ ഹിന്ദുക്കളെ ഈ വിഷയത്തിൽ, നല്ലൊരു ശതമാനം 99% വിശ്വാസികളായ മുസ്ലിങ്ങൾ നമ്മളെ അംഗീകരിക്കുകയാണ്, ഈ വിഷയത്തിൽ നമ്മളോടൊപ്പമാണ്, അല്ലെങ്കിൽ നമ്മളെ പിന്തുണയ്ക്കുന്നവരാണ്. 99% ക്രിസ്ത്യാനികളും നമ്മളെ പിന്തുണയ്ക്കുന്നവരാണ്. ആരാണ് നമ്മളെ എതിർക്കുന്നത് അല്ലെങ്കിൽ പരോക്ഷമായിട്ടെങ്കിലും സണ്ണി എം കബിക്കാടിന് ന്യായീകരണം ഒരുക്കുന്നത്? മനസ്സിൽ മുസ്ലിം വിരോധമല്ല, എന്നാൽ ആ മുസ്ലിം വിരോധത്തെ വെച്ച് ആ ഹിന്ദുക്കളെ ഇങ്ങനെ പറഞ്ഞു, കുഴപ്പമില്ല, ഇത് ഹിന്ദുമത വിമർശനമാണെന്ന് പറയുന്ന ആരിഫിനെ പോലുള്ളവരും അല്ലെങ്കിൽ തീവ്ര നിരീശ്വരവാദികളും ഒക്കെയാണ്. അപ്പൊ എന്തായാലും സണ്ണി എം കബിക്കാട് നിയമ നടപടി ഫേസ് ചെയ്യും, ഇല്ലെങ്കിലേ ഫേസ് ചെയ്യും, പറഞ്ഞാൽ കൂട്ടുന്നില്ല, അതുകൊണ്ട് സംശയമില്ല. അപ്പോ യഥാർത്ഥത്തിൽ അബ്ദുള്ള ബാസിലിന്റെ സമീപനമാണ് വേണ്ടത്, ആരിഫ് ഹുസൈൻ തെരുവത്തിന്റെ അല്ല. അവിടെയാണ് ഈമാനുള്ള വിശ്വാസികൾ ഒന്നിക്കണം, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നിക്കണം എന്ന് ഞാൻ പറയുന്നു.